എന്താണ് ജീവിതം, എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാവുന്നത് ഒരു കഷ്ടപ്പാടും അറിയിക്കാതെ വളർത്തുന്നവരുടെ അടുത്തുനിന്ന് മാറുമ്പോഴാണ്. വാക്കുകൾ കൊണ്ട് എല്ലാവർക്കും കൊട്ടാരം പണിയാൻ എളുപ്പമാണ്, അത് പ്രവർത്തിക്കാനാണ് പ്രയാസം. ഓരോ സാഹചര്യവും മാറുമ്പോൾ മനുഷ്യൻ്റെ മനസ്സും മാറും. ആളുകളെ സഹായിക്കുന്നത് ഒക്കെ നല്ലതു തന്നെ, പക്ഷേ സഹായം ചോദിച്ചു വരുന്നവരെ മാത്രമേ സഹായിക്കാവൂ. അല്ലെങ്കിൽ സഹായമാണ് എന്ന് കരുതി ചെയ്യുന്നത് ഉപദ്രവമായി മാറിയേക്കാം. വിശ്വസ്തനായ ഒരു സുഹൃത്തിന് 1000 ബന്ധുക്കളേക്കാൾ വിലയുണ്ട്. സാഹചര്യത്തിനൊത്ത് നിറം മാറുന്നത് ഈ ലോകമല്ല, മനുഷ്യരാണ്. അവർക്കിടയിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നല്ലത്. നമ്മെ മനസ്സിലാക്കുന്നവരോട് അധികമൊന്നും പറയണ്ട, അവർക്കത് മനസ്സിലാകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ആത്മാർത്ഥത കൂടിപ്പോയതാണ്. അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതും. നമുക്കൊക്കെ ആകെ ഒരു ജീവിതമേ ഉള്ളൂ. അതിൽ കുറേ ചിരിക്കണം, കുറേ കരയണം, കുറേ ചിന്തിക്കണം, കുറേയേറെ പ്രശ്നങ്ങളും. ഇന്നത്തെ അപരിചിതർ പലരും ഇന്നലകളിൽ വളരെ പ്രിയപ്പെട്ടവർ ആയിരുന്നു. അതുപോലെ തന്നെ ഇന്നുവരെ പ്രിയപ്പെട്ടവർ ആയിരുന്നവർ നാളത്തെ നമ്മുടെ അപരിചിതർ ആവുകയും ചെയ്യുന്നു. ചിന്തകളുടെ ആഴം കൂടുന്തോറും ഉറങ്ങാനുള്ള സമയം കുറയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജീവിതം എന്താണെന്ന് അറിഞ്ഞു വരുമ്പോഴേക്കും ആ ജീവിതം നമ്മളെ വിട്ട് കുറേ ദൂരേക്ക് പോയിട്ടുണ്ടാകും. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് പിടിച്ചു വയ്ക്കാൻ നോക്കിയിട്ടും കൈവിട്ടുപോയ കുറച്ചാളുകളുണ്ടാകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആദ്യമാദ്യം ഒരുപാട് ചിരിക്കാനും പിന്നീടൊരിക്കൽ കരയാനും പറ്റുന്ന ഒന്നാണ് ഓർമ്മകൾ. ആരൊക്കെ ഉണ്ടായാലും അവരെല്ലാവരും നീ ഒഴിവാക്കപ്പെടാൻ എന്നാലും ആരെയും നീ ഉറപ്പിക്കരുത്. പലരുടെയും മുഖത്ത് കളിയും ചിരിയും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ടു പോകില്ലായിരിക്കും. നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാളോട് തോന്നിയ ഇഷ്ടം തിരിച്ച് നമ്മളോടും തോന്നും എന്ന് വെറും തോന്നൽ മാത്രമാണ്. ചേർത്ത് പിടിക്കുമ്പോഴും ചേർത്ത് പിടിക്കപ്പെടുമ്പോഴും കണ്ണിൽ നനവ് പടരുന്നുണ്ടെങ്കിൽ അതിൽ സ്നേഹമുണ്ടായിരുന്നു. ചുറ്റുമുള്ളവർ എല്ലാവരും കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നുണ്ടെങ്കിലും ഇതെല്ലാം കാണുന്ന ഒരാളുമുണ്ട് മുകളിൽ. നിങ്ങൾക്ക് പാലിക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ലെങ്കിൽ വാക്കുകൾ കൈമാറാതിരിക്കുക. ചിലരുടെയൊക്കെ ജീവിതവും ജീവനും നിങ്ങൾ കൊടുത്ത ആ വാക്കിൽ കുരുങ്ങിക്കിടപ്പുണ്ടാകും. അത് വിശ്വസിച്ച് നിൽക്കുന്നവരായിരിക്കും പലരും. അതുകൊണ്ട് വാക്കുകൾ പാലിക്കാൻ പറ്റൂല എന്ന് തോന്നുകയാണെങ്കിൽ അത് കൊടുക്കാതിരിക്കുക. ആവശ്യങ്ങൾക്ക് വേണ്ടി അടുക്കുന്നവരാണ് അധികവും. ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കില്ല. നഷ്ടപ്പെടുത്തി കളഞ്ഞത് നിനക്ക് എന്നെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ അത് തിരിച്ചു കിട്ടാൻ നിനക്ക് പ്രയാസമാണ്. കാരണം ഈ ലോകത്ത് മനുഷ്യനേക്കാൾ വാശി വേറെ ഒന്നിനുമില്ല. അവഗണിക്കാനും ഒഴിവാക്കാനും എളുപ്പമാണ്, അടുത്തിരിക്കാനും ഉള്ളറിയാനുമാണ് പ്രയാസം. ഓരോ സ്ത്രീകൾക്കും 2 പുരുഷന്മാരെ വേണം, ഒരാളെ വിവാഹം കഴിക്കാനും മറ്റൊരാളെ താരതമ്യം ചെയ്യാനും. 10 മാസം നൊന്തു പ്രസവിച്ച അമ്മയെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും ഉത്സാഹമാണ്. അത് നല്ലതു തന്നെ. പക്ഷേ നമുക്ക് വേണ്ടി നെഞ്ഞുരുകി കാത്തിരുന്ന അച്ഛനെക്കുറിച്ച് പറയാൻ ആർക്കും അങ്ങനെ കഥകളില്ല. ഇടയ്ക്കൊന്ന് പോയി അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കുക. സ്നേഹം നമുക്ക് അച്ഛനിൽ നിന്നും പകർന്നു വരുന്നത് കാണാം. ജീവിതത്തിൽ തൻ്റേതായ ഒരുപാട് കാര്യങ്ങൾ കൈവിട്ടുപോയ ഒരാൾക്ക് ഇതും കൈവിട്ടു പോവുകയാണെങ്കിൽ പോട്ടെ എന്ന ചിന്ത സ്വയം തോന്നുന്നത് അവൻ്റെ ഗതികേട് കൊണ്ടാണ്. നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോൾ അതിൽ സത്യമുണ്ട്, അതിൽ സൗന്ദര്യമുണ്ട്, അതിൽ സന്തോഷമുണ്ട്, അതിൽ സമാധാനമുണ്ട്. തുടക്കം എല്ലാം മനോഹരമായിരിക്കും, പിന്നീട് അവർക്കത് മടുത്തു തുടങ്ങും. എന്നിലെ ആത്മാർത്ഥതയെ ഞാൻ എന്നേക്കുമായി ഒഴിവാക്കുന്നു. എന്താണെന്നറിയില്ല, അതിന് കുറച്ചധികം ഭാരം കൂടുതലാണ്. ആത്മാർത്ഥമായ സ്നേഹം ഒരാളോട് മാത്രമേ തോന്നൂ. അത് ഇന്നും ഒരു നീറലായി എല്ലാവരുടെയും മനസ്സിൽ തന്നെ ഉണ്ടാകും.
നിങ്ങൾ ആരെയും സഹായിച്ചില്ലെങ്കിലും ഒരിക്കലും ആരെയും ഉപദ്രവിക്കാതിരിക്കുക. മറ്റുള്ളവരെ ഉപദ്രവിച്ച് നേടുന്ന വിജയം അത് ഒരിക്കലും ശാശ്വതമാവില്ല. അതുകൊണ്ട് ആരെയും ഉപദ്രവിക്കാതിരിക്കുക. ചിലർക്ക് നമ്മളോടുള്ള അടുപ്പം കണ്ട് നമ്മൾ അവരിൽ നിന്നും ഒന്നും തന്നെ പ്രതീക്ഷിക്കരുത്. അവിടെ വിഡ്ഢിയായി മാറുന്നത് അവസാനം നമ്മൾ തന്നെയാണ്. നിങ്ങൾക്കിടയിൽ നീ സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നോക്കി ജീവിക്കുമ്പോൾ കൂടെയുള്ള ആളുടെ ഇഷ്ടങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചില ആളുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ഒരു സുഖമാണ്. അവർ വരില്ലെന്നറിഞ്ഞിട്ടും അവരുടെ ഓർമ്മകളിലൂടെ ഇങ്ങനെ മുന്നോട്ടു പോകുന്നത്. ചിലപ്പോൾ ഒരു ദിവസം പണമാണ് വലുത് എന്ന് തോന്നും. പക്ഷേ സമാധാനമാണ് വലുത് എന്ന് കാലം തെളിയിക്കും. ഈ ലോകത്ത് പ്രണയിച്ചു തോറ്റുപോയവരായിരിക്കും കൂടുതൽ. അത്രമേൽ ഭ്രാന്തമായി പ്രണയിച്ച ഒരാൾക്ക് വേണ്ടി മാത്രം. ചില നിമിഷങ്ങൾ അങ്ങനെയാണ്. ഒരിക്കൽ കണ്ടുമുട്ടുന്നവർ പിന്നെ തമ്മിൽ കണ്ടുമുട്ടുമോ എന്ന് പോലും അറിയില്ല. ആ ഒരു മനുഷ്യൻ കീശയിൽ കുറേ പണമുണ്ട്. എന്നിട്ടും ആ മനുഷ്യൻ ഒരിക്കൽ പോലും തൻ്റെ ആവശ്യങ്ങൾക്കോ തൻ്റെ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ മേടിക്കുന്നില്ലെങ്കിൽ ആ മനുഷ്യൻ ഒരിക്കലും ഒരു പിശുക്കനല്ല. അത് നമ്മുടെ അച്ഛനാണ്. മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം സമ്പാദിക്കുന്നവർ. കണ്ണ് കാണാത്ത ഒരാൾക്ക് കാഴ്ച തിരികെ കിട്ടുമ്പോൾ ആ വ്യക്തി ആദ്യം ഉപേക്ഷിക്കുന്നത് തൻ്റെ അത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ആ വടിയെ ആയിരിക്കും. അതിനാൽ നിങ്ങൾ ആരുടെയും വടിയാവാതിരിക്കുക. നമ്മുടെയൊക്കെ പല പ്രശ്നങ്ങൾക്കിടയിലും എല്ലാവരുടെയും മുന്നിലും മനസ്സറിഞ്ഞ് ചിരിക്കാൻ കഴിയുന്നില്ലേ? ശരിക്കും അത് നമുക്കൊരു നേട്ടം തന്നെയാണ്. മനസ്സ് തുറന്ന് സംസാരിക്കുന്നയാളെ വെറുക്കും, മനസ്സിലൊതുക്കി അഭിനയിക്കുന്നയാളെ സ്നേഹിക്കും. അതാണ് ഈ ലോകം. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെങ്കിൽ സ്വയം തീരുമാനമെടുക്കുക. നിങ്ങൾ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കാതിരിക്കുക. നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ടെങ്കിലും അവരാരും കൂടെ ഉണ്ടാവണമെന്നില്ല. ആരോടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് അവരെയാകും നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെടുന്നത്. ഇറങ്ങിപ്പോരാനുള്ള വഴി കണ്ടുപിടിക്കാതെ ഒരിക്കലും നിങ്ങൾ ഒരാളിലേക്കും ഭ്രാന്തമായി നടന്നേക്കരുതെന്ന് മാത്രം. മനസ്സു നിറഞ്ഞ് ചിരിക്കാൻ വേണ്ടിവരുന്നത് കുറച്ച് അനുഭവങ്ങൾ മാത്രമാണ്. ചുറ്റിലും ഒരുപാട് പേരുണ്ടെങ്കിലും ഇടയ്ക്കങ്ങ് ഒറ്റപ്പെട്ടു പോകാറുണ്ട്. നമ്മൾ സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ മനസ്സിലാക്കുന്നവർ ആകണമെന്നില്ല. ആരും ആരെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോഴത്തെ സന്തോഷം അതുമതി എല്ലാവർക്കും. സ്നേഹിച്ചവർ ഒരിക്കലും നമ്മെ ഉപേക്ഷിച്ചു പോകില്ല. അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് സ്നേഹം നടിച്ചവർക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. നമ്മുടെ കൂടെ ഉണ്ടാവുന്നവരെല്ലാം ഒരു ദിവസം നമ്മളെ വിട്ടുപോകും. അപ്പോഴും നമ്മൾ തനിച്ചാണ്. മിണ്ടാതിരുന്നാൽ മാത്രമല്ല, എപ്പോഴും മിണ്ടുന്ന പോലെ മിണ്ടിയില്ലെങ്കിലും വല്ലാത്തൊരു മിസ്സിംഗ് ആണ്. നമ്മൾ ആരും മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ളതാകരുത്. പറയാനാവാത്ത പ്രണയമായിരിക്കും ഈ ലോകത്ത് അധികവും ഉണ്ടാവുക. അവസാനം അയാളുടെ കാതുകളിൽ എത്താതെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് മനസ്സിൽ മെല്ലെ തട്ടി സ്വയം മറന്നു തുടങ്ങുന്ന പ്രണയം. കിട്ടാത്ത സ്നേഹത്തിനേക്കാൾ എത്രയോ വേദനയാണ് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം കുറഞ്ഞു തുടങ്ങി എന്ന് തിരിച്ചറിയുമ്പോൾ. നമ്മൾ സ്വയം വില കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. ചില ഒറ്റയ്ക്കുള്ള യാത്രകൾ നല്ലതാണ്. ചിലരെ മനസ്സിലാക്കാനും ചിലരെ നമ്മുടെ കൂടെ ഇല്ല എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാനും. അടുത്താൽ അകലേണ്ടി വരും. അകൽച്ചയാണ് ദുഃഖവും. നമ്മൾ ഉറങ്ങുമ്പോൾ ഉണരുമോ എന്ന് പോലും അറിയില്ല. എന്നിട്ട് നമ്മൾ എന്തിനാ ഉണർന്നിരിക്കുമ്പോൾ അഹങ്കരിച്ചു നടക്കുന്നത്? ആയം തന്നെ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല. മറിച്ച് മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. ഏതൊരു മനുഷ്യനും തിരക്കിലാവുക എന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ തിരക്കിനിടയിലും തിരക്കി വരുന്ന മനുഷ്യരുണ്ടാവുക എന്നത് എത്രയോ മനോഹരവുമാണ്.
താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.